പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 12ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ട് വീഡിയോ സുപ്രീം കോടതി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മൊത്തം സിലബസിന്റെ 60% മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള 40% അസൈൻമെന്റ് ആണെന്ന് പറഞ്ഞത്. ഈ 60% തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യ ഭാഗത്ത് 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, ബ്രാക്കറ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസും ആൻസറും കിട്ടണമെങ്കിൽ അവിടെ ഗൈഡ് പരിശോധിച്ചാൽ കിട്ടൂല. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഫോളോ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിന്റെ ഈ പറയുന്ന ചാപ്റ്ററിന്റെ അടിയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നന്നായിട്ട് എന്ത് ചെയ്യാൻ വർക്കൗട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് വൺ വേർഡിന്റെ ആൻസർ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാൽ മലയാളത്തിൽ എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ പ്രാക്ടീസും കൂടിയാണ് നൽകുന്നത്. പരമാവധി ആദ്യത്തെ 20 വൺ വേർഡ് MCQ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം മലയാളത്തിൽ എഴുതാം. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിനൊക്കെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. പഴയ സിലബസ് ഉള്ളവരുടെയും പുതിയ സിലബസ് ഉള്ളവരുടെയും മുഴുവൻ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റിൽ പോയാൽ ഓൾഡ് സിലബസ് പ്രകാരമുള്ള ക്ലാസ്, അതിൽ എല്ലാ ചാപ്റ്ററും അടങ്ങിയ ക്ലാസ് കിട്ടും. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, 7 എണ്ണമാണ്, ഓരോന്നിനും ഓരോ മാർക്കാണ്. ദ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോടതി ആർ അപ്പോയിന്റഡ് ബൈ. സുപ്രീം കോടതിയുടെ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ആൻസർ പ്രസിഡന്റ് ആണ്. 2ാമത്തെ ചോദ്യം, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ഒരു മുഖ്യ ന്യായാധിപനുണ്ട്. ആൻഡ് ഡാഷ് അതർ ജഡ്ജസ്, മറ്റെത്ര ജഡ്ജന്മാരുണ്ട്? ന്യായാധിപനുണ്ട്, 25 ജഡ്ജന്മാരുണ്ട്. ഒരു മുഖ്യ ജഡ്ജുണ്ട്, ബാക്കിയുള്ള 25 ജഡ്ജിമാർ. 3, ജഡ്ജ് ഓഫ് ദി സുപ്രീം കോടതി റിട്ടയർ അറ്റ് ദി ഏജ്. സുപ്രീം കോടതിയിലെ ജഡ്ജ് റിട്ടയർ ചെയ്യുന്ന 65 വയസ്സ്. 4, a person who said distinguished dash the opinion of the president may be appointed the judge of the supreme കോടതി ആണ്. അപ്പൊ ജൂറിസ്റ്റ് ആണ്. a person who said distinguished ഏതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ജൂറിസ്റ്റ്, നിയമജ്ഞർ എന്നൊക്കെ പറയില്ലേ. in the opinion of the president may be appointed സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ എന്താണ് ജഡ്ജ് പ്രകാരമാണ് നിയമജ്ഞരുടെ നിയമിക്കുന്നത്. 5ാമത് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ, തർക്കം ഉണ്ടാകുന്നുണ്ട്. 2 or 3 സ്റ്റേറ്റ് ബ്രോട്ട് ബിഫോർ ദി സുപ്രീം കോർട്ട് അണ്ടർ ഹിസ് ജഡ്ജ്മെന്റ്. അതിന് പറയുന്നതാണ് ഒറിജിനൽ ജുറിഡിക്കേഷൻ എന്നാണ് പറയുന്നത്. 2 അതിലധികം സ്റ്റേറ്റ് തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. 6ാമത് സുപ്രീം കോർട്ട് ഈസ് ഡേഷ് ടു ഗീവ് അഡ്വൈസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഡേഷ് ടു ഗീവ് അഡ്വൈസ് പ്രസിഡന്റ്. ഡേഷ് എന്ന് പറഞ്ഞാൽ നോട്ട് ബൗണ്ട്. നോട്ട് ബൗണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്തതാണ്. അഡ്വൈസ് പ്രസിഡന്റ് അല്ലെ, സുപ്രീം കോടതി പ്രസിഡന്റ് ബന്ധമില്ലാത്ത നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. The ultimate power of interpreting the constitution of India lies with the dash. Dash എന്ന് പറയുമ്പോൾ സുപ്രീം ആണ്. The ultimate power of the interpreting constitution of India lies with the supreme ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട വൺ വേർഡ്. ഇനിയും വൺ വേർഡുകൾ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ചാപ്റ്ററിലും ഇങ്ങനെ നമ്മൾ അവതരിപ്പിക്കും. എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. NISന്റെ SSLC +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാം. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നാട്ടിൽ ലീവിന് വരുമ്പോൾ പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതാൻ പോകാൻ പ്രയാസമുള്ളവർക്ക് ബോസ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ വീട്ടിലിരുന്ന് SSLC +2 ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിന് കീഴിൽ വളരെ കുറഞ്ഞ ഫീസിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും നമ്മളോട് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.